ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഹാപ്പി ഈസ്റ്റർ. ഞങ്ങൾ ചർച്ചിൽ പോകാൻ പോവാണ്. 8 o'clock ചർച്ച്. അപ്പം ഞങ്ങൾ ഒരുങ്ങി ചർച്ചിലോട്ട് പോവാം. ഇന്നിവിടെ ഡേ ലൈറ്റ് സേവിങ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് 1 മണിക്കൂർ അധികം ഉറക്കം കിട്ടി. ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണിയാണ് കാണിക്കുന്നത്. പക്ഷേ നമുക്ക് ഇലക്ട്രോണിക് വാച്ചിൽ നമ്മുടെ മൊബൈലിലൊക്കെ ടൈം 8 മണിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ഇന്ന് 1 മണിക്കൂർ പുറകിലോട്ട് പോയി. അതായത് ഇപ്പം നമ്മുടെ സമ്മർ സീസൺ ഒഫീഷ്യലി ഫിനിഷായി. വലിയ ട്രാഫിക് ഒന്നും ഇല്ല. സൺഡേ ആണ്, പിന്നെ ഈസ്റ്റർ ആണ്. നമ്മുടെ ചർച്ചെത്തി. ഇന്നലെ രാത്രിയിലും കുർബാനയുള്ളത് കൊണ്ട് ഇന്ന് രാവിലെ കുറച്ച് തിരക്ക് കുറവായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ വന്നു. അതുകൊണ്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടി. ഇന്നലെ രാത്രിയിലൊക്കെ വന്നെങ്കിൽ പാർക്ക് ചെയ്യാൻ നമുക്ക് സ്ഥലം അടുത്ത പറമ്പിലൊക്കെ നോക്കേണ്ടി വന്നേ. ഗ്രേവിക്ക് നല്ല കൊഴുപ്പ് കിട്ടാനായി ഉരുളക്കിഴങ്ങ് ചെറുതായി ഉടച്ചു കൊടുക്കാം. ഇത്തവണ നമ്മൾ സജീത്തേരിലൂടെയാണ് ബീഫ് സ്റ്റൂ സെറ്റ് ആക്കുന്നത്. ഹൃദയം തരണേ. പാലും കൂടി ഒഴിച്ച് നമുക്ക് സംഭവം സെറ്റായി. അടിപൊളിയല്ലേ. ഇപ്പത്തെ ചായ തിളച്ചോണ്ടിരിക്കുന്നു. ബീഫ് സ്റ്റൂ ആയി. എന്താ കൺമണിക്ക് എന്തോ പറയാനുണ്ട്. കൺമണി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വന്നേക്കുന്നു. ഇവിടെ എന്താ കഴിക്കാൻ അല്ലേ അമ്മി? കൂടി ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ ബീഫ് സ്റ്റൂ റെഡി. ചായ അരിച്ചെടുക്കാം. ഓ വാവ്, അതിൽ നിന്നൊരു മുന്തിരിങ്ങ എടുത്ത് കഴിക്കാൻ തോന്നി. കഴിക്കണ്ടതാവുള്ളൂ. നമ്മളിത്തവണ ബ്രെഡ് ലോഫാണ് ഈസ്റ്ററിന് കാപ്പിക്ക്. ബ്രെഡ് ലോഫും ബീഫ് സ്റ്റൂവും. അപ്പോൾ ഒന്ന് ഞങ്ങള് ഉണ്ടാക്കിയില്ല. ബ്രെഡും ബീഫ് സ്റ്റൂ വെക്കാന്ന് വെച്ചു. അതെ, പണി എളുപ്പമായി. നല്ല സോഫ്റ്റ് അല്ലേ? സൂപ്പർ. പഞ്ചസാര ഇട്ടല്ലേ? നല്ലപോലെ പഞ്ചസാര ഇട്ട്. ഇന്നത്തെ ദിവസം പഞ്ചസാരയാകാം. Wow, here is our beef stew. Yes. ഈ ഒരു നിമിഷത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ കാത്തിരുന്നത്. കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ശകലം ബീഫ് സ്റ്റൂവും എന്റെ പൊക്കത്തോട്ടങ്ങ് ഒഴിക്കണം. ആഹാ, അന്തസ്. മലയാളിയുടെ ബ്രെഡ് അങ്ങോട്ട് കുതിരും, മനസ്സിലായോ? ബ്രെഡൊക്കെ കുതിർന്ന സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് കഴിച്ചു തുടങ്ങിയാലോ. അടിപൊളി സാധനം. അടിപൊളി ഷെഫാണ്. നന്നായിട്ട് ഫുഡ് വയ്ക്കും. നല്ല രുചിയുള്ള ഫുഡ് വയ്ക്കും. അടുത്ത പരിപാടിക്ക് ഞാൻ വീണ്ടും വിളിച്ചിരുന്നു. നമ്മളൊരു ചെറിയ യാത്ര പോവാണ്. ഒരു സീനിക് ട്രെയിൻ റൈഡിന് പോവാണ്. ഇതൊരു വെറൈറ്റി, ഒരു ഫൺ ആക്ടിവിറ്റി ആണ്. അതെ, നമ്മുടെ വീടിനടുത്തുള്ളതാണ് അല്ലേ? നമ്മൾ പോയിട്ടില്ല.
നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 10 മിനിറ്റ് ദൂരമേ ഇങ്ങോട്ട് കാണത്തുള്ളൂ. യൂഷ്വലി ഈ ട്രെയിൻ റൈഡ് ഇവിടെ ഉള്ളതാണ്. തവണ ഈസ്റ്റർ ആയതുകൊണ്ട് ഈ ട്രെയിൻ ട്രിപ്പിന് പറയുന്നത് ഈസ്റ്റർ ബണ്ണി ട്രെയിൻ ട്രിപ്പ് എന്നാണ്. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തു. ട്രെയിൻ ഇതാ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ട്രിപ്പ് തീരാറായപ്പോഴേക്കും ഒരു ക്യൂട്ട് സർപ്രൈസ് ഉണ്ടായി. ഇങ്ങനെ 2 ഈസ്റ്റർ ബണ്ണീസ് ഇതിനിടയ്ക്ക് വന്നു. അങ്ങനെ ട്രെയിൻ അവിടെ സ്റ്റോപ്പായി. അവർ നമുക്ക് സർപ്രൈസായിട്ട് ഈസ്റ്റർ എഗ്സ് ഒക്കെ തന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ട്രെയിൻ ട്രിപ്പ്? അടിപൊളി ട്രിപ്പായിരുന്നു. ഒരു കുട്ടിക്കാലത്തിലേക്ക് പോയോ? ഒരു വേറൊരു എക്സ്പീരിയൻസ് അല്ലേ? അതെ. നമുക്ക് ഇതിന് കിട്ടിയ മുട്ടായിയാണ് ഈസ്റ്റർ എഗ്. ഈസ്റ്റർ എഗ്. വീണ്ടും ഹാപ്പി ഈസ്റ്റർ. വീണ്ടും ഹാപ്പി ഈസ്റ്റർ. Cheers. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. ഓപ്പൺ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഇളങ്കാറ്റായിരുന്നു. വെയിലും അടിച്ചില്ല. നേരത്തെ നല്ല വെയിലായിരിക്കും എന്ന് വിചാരിച്ചാൽ പോയത്. പക്ഷെ പുറത്ത് വെയിലുണ്ട്. പക്ഷെ എന്നാലും നമ്മള് അതിന് ചെറിയ കാടിനകത്തൂടെ ഉള്ള ഒരു എഫക്ട് ആയതുകൊണ്ട് നല്ലൊരു കൂളിംഗ് ആയിരുന്നു. നമ്മുടെ നെയ്ബേഴ്സ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു പോണം, നല്ലതാന്നൊക്കെ. അങ്ങനെ ഞങ്ങള് പോയതാ. എന്താണ് ഇവിടെ അടുക്കളയിൽ സംഭവിക്കുന്നത്? ബിരിയാണി സെറ്റ് ആക്കാൻ പോകുന്നു. സ്വന്തം ചിക്കൻ ബിരിയാണിയാണോ അതോ ഇന്ന് ആരുടെ ചിക്കൻ ബിരിയാണിയാണ്? ഇന്ന് ആരുടെ ഇല്ല. ഇന്ന് ഫുള്ള് മുമ്പ് ചെയ്തതിന്റെ ഓർമ്മയിൽ അങ്ങ് ചെയ്യുവാണ്. ശരി. ഈസ്റ്ററിന് നമ്മള് ലഞ്ച് സ്കിപ്പ് ചെയ്തിരിക്കുവാണ്. അതെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോ ലഞ്ച് ടൈം ആകാറായി. ലിയോ കൺമണി ഫ്രണ്ട്സ് ആയിട്ടൊക്കെ കിടപ്പുണ്ട്. എടാ, നീ ആ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ ഐസ്ക്രീം പറഞ്ഞെടുക്കാവോ? ചിക്കൻ ഐസ്ക്രീം, യെസ്. കുറച്ച് നാളായിട്ട് നമ്മള് ചിക്കൻ ഐസ്ക്രീം മേടിച്ചതിനകത്ത് വെച്ചിട്ട്. ഐസ്ക്രീം ചിക്കൻ കാല്. KFC പോലെ ഉണ്ടല്ലേ? അതെ, KFC. എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? സംതിങ് നോ ഐഡിയ. സംഭവം കണ്ടു കഴിഞ്ഞാൽ ചിക്കൻ പീസ് കൊണ്ടുവന്നിട്ടുണ്ടല്ലേ? നമുക്കൊരു തണ്ണിമത്തൻ മുറിക്കാം. ഇതാണ് നമ്മുടെ തണ്ണിമത്തൻ. ഇതേ തണ്ണിമത്തൻ കണ്ടോ? ലിയോയ്ക്ക് തണ്ണിമത്തൻ വേണോ ലിയോ? ശരിയോ? തണ്ണിമത്തൻ അടുത്ത ആളെത്തി. തരാവേ. തണ്ണിമത്തൻ ആക്ച്വലി ഒരു പായസത്തിന്റെ മണമൊക്കെയാ വരുന്നത്. നെയ്യും കപ്പലിന്റെയും കിസ്മിസും എല്ലാം കൂടി വന്നോണ്ട് പായസത്തിന്റെ മണമായിട്ട് തോന്നുന്നു. നല്ല മണം. പക്ഷെ ഞാൻ ഒരു മുന്തിരിങ്ങ എടുത്തോട്ടെ. എടുത്തു കഴിഞ്ഞാൽ പറ്റും. മിന്റ് ലീവ്സ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മിന്റ് ലീവ്സ് കടയിൽ നിന്ന് മേടിക്കേണ്ടതായിട്ടില്ല. പക്ഷെ നമ്മള് മല്ലിയില നമ്മൾ മേടിക്കും. മല്ലിയില പക്ഷെ നമുക്ക് ഉണ്ടായിരുന്നു. നമ്മള് ദമ്മിടാൻ പോവണം. പറ്റൊരു പാത്രം അല്ലേ? നൈസ് പാത്രം അത്. എനിക്ക് ബിരിയാണി
അതെ, പക്ഷെ അത് കാണാൻ രസാട്ടോ. ആയി വരുമ്പം എല്ലാം മിക്സ് ആകുമ്പോ നല്ല രസമുണ്ടോ. ഇനി നമ്മുടെ മഞ്ഞ കുറച്ച് മതിയൊക്കെ സെറ്റാക്കണേ. മല്ലിയില ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞാട്ടെ. കുഞ്ഞിന്റെ ഇതൊക്കെയൊക്കെ കവർ ചെയ്ത് വെച്ചോണ്ടല്ലോ മനസ്സേ. ഇത് മതിയല്ലേ? ശ്രദ്ധിക്കോ, ഇവരെന്താ ഇവിടെ ചെയ്യുന്ന അല്ലേ മീനുട്ടി? ഇവരെന്ത് ഫുഡാണ് ഈ ഉണ്ടാക്കുന്നത്? ഞാൻ കൂടെ തരുവോ? ലിയോ ഒന്ന് ഡിന്നർ കഴിക്കാൻ നിക്കുന്നുണ്ടോ? ബിരിയാണി ഓപ്പൺ ചെയ്തല്ലോ. ബിരിയാണി 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 ഈസ് മൈ ഓൾ ടൈം ഫേവറേറ്റ്. കളേർഡ് ബിരിയാണിയുടെ ആശയം താങ്കൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? പണ്ട് നാട്ടിലൊക്കെ മിക്കടത്തും ബിരിയാണി കൗണ്ടർ തന്നെ വെച്ചത്. ഞാൻ കണ്ടുള്ളതൊക്കെ വീട്ടിലാണെങ്കിലും കൗണ്ടർ വെക്കുമായിരുന്നു. ഓക്കെ. സോ പുഴുങ്ങിയ മുട്ട, ബിരിയാണി, സാലഡ്. റൈസ് കുറച്ചേ ഉള്ളൂ, പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് കുറച്ചുകൂടെ എടുത്തോളൂ. അടിപൊളി. താങ്ക് യു മോൻസർ. ഈ ബിരിയാണിനെ വേറെ ആർക്കും കൊടുക്കാതെ എനിക്ക് തന്നെ കിട്ടിയല്ലോ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.